ഞാനൊരു സാധാരണ യൂട്യൂബർ അല്ല. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിന് ഷിംഷോൺ മിനിസ്റ്ററി എന്ന് പേരിട്ടിരിക്കുന്നതാണ് ഒരു ക്രിസ്തീയ വിശകലന ചാനലാണ്. അന്ത്യകാല വിഷയങ്ങളെ, വാർത്താ വിഷയങ്ങളെ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബൈബിളിലെ ചില സമവാക്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ചാനലാണിത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പലപ്പോഴും ഈ ബൈബിൾ വാക്യങ്ങളും അതും ഇതൊക്കെ കടന്നു വരുന്നത്. ഞാനൊരു ജേർണലിസ്റ്റൊന്നുമല്ലല്ലോ. സാധാരണ ഏതാണ്ട് 10-20 വർഷക്കാലത്തോളം ബൈബിള് വായിച്ചിട്ടുണ്ട്. അപ്പം ബൈബിൾ വായിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അന്ത്യകാലത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അന്ത്യകാലത്തെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം നടക്കുന്ന സംഭവവികാസങ്ങളെ ബൈബിളിലെ ചില സമവാക്യങ്ങളുമൊക്കെ ആയിട്ട് പൊരുത്തപ്പെടുത്തിയാണ് പറയുന്നത്. അത് ചിലപ്പം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ അതുകൊണ്ട് അത് യാഥാർത്ഥ്യമുള്ളതാകുന്നില്ല. കാരണം ബൈബിളിലെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുക, അന്ത്യകാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇസ്രായേൽ അന്ത്യകാലമാകുമ്പോൾ വലിയൊരു ശക്തിയായി മാറുമെന്നും യഹോവയുടെ ദിനം എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലിനെ കൊണ്ട് ജാതികളെ ന്യായം വിധിക്കുന്ന കാലഘട്ടമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജാതികൾ ആരാണെന്ന് ചോദിക്കുമ്പം ഇസ്രായേലിന് ചുറ്റും താമസിക്കുന്ന ജനങ്ങളാണ്, അതായത് ഇസ്ലാമികളാണ് ഈ ജാതികൾ എന്ന് പറയുന്നത്. ജാതികളെ എന്തിനാണ് ന്യായം വിധിക്കുന്നതെന്ന് ചോദിക്കുന്നത്, നിത്യപ്രകാശം ലോകത്തിനുണ്ടായിട്ടും പ്രകാശത്തേക്കാൾ ഉപരിയായി ഇരുട്ടിനെ സ്നേഹിച്ചു. അതിൻ്റെ പേരിലുള്ള ശിക്ഷാവിധിയാണ് ഇസ്ലാമികൾക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികൾക്ക് ഇനി ഒരു യുദ്ധമൊന്നും വിജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. യുദ്ധത്തിലും ഇസ്രായേലിന് തന്നെയായിരിക്കും വിജയമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ദൂതൻ അതിശക്തനായിട്ട് ഈ അവസാന കാലഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ മിഖായേൽ ദൂതൻ എല്ലാ യുദ്ധത്തിലും ഇസ്രായേലിന് സഹായകരമായിട്ട് വരും. ഏതെങ്കിലുമൊക്കെ ശക്തികൾ ഇസ്രായേലിന് സഹായകരമായിട്ട് വരും. ആരൊക്കെ ഇസ്രായേലിനെതിരെ വരുന്നത്, നിന്നെ സ്നേഹിക്കുന്നവരെ നിന്നെ സഹായിക്കുന്നവരെ ഞാൻ സഹായിക്കും, നിന്നെ ഉപദ്രവിക്കുന്നവരെ ഞാൻ ഉപദ്രവിക്കും എന്നാണ് അവസാന കാലഘട്ടത്തെക്കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളായിട്ട് വരുന്ന രാജ്യങ്ങളായിരിക്കും എപ്പോഴും വിജയത്തിലേക്ക് പോകുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നമുക്കറിയാം, ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഹിറ്റ്ലറൊക്കെ എത്ര വലിയ ശക്തനായിരുന്നെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ അത്യന്താധുനിക ആയുധങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കയ്യിലായിരുന്നു. എന്നിട്ട് പോലും മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച, അന്തർവാഹിനി കണ്ടുപിടിച്ചൊക്കെ ജർമ്മൻകാരാണ്. എന്നിട്ട് പോലും ഈ പാട്ടക്കഷ്ണവും വെച്ചുകൊണ്ട് റഷ്യ ഇസ്രായേലിനെ ജർമ്മനിയെ പരാജയപ്പെടുത്താനുള്ള കാരണം ഇസ്രായേലിൻ്റെ നാഥൻ ഇറങ്ങുകയോ മയങ്ങുകയില്ല. ഏറ്റവും ലോക്കൽ ആയുധങ്ങളായിരുന്നു റഷ്യയുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ റഷ്യ വലിയ വൻ സൈനിക ശക്തിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശ്ചിമ ജർമ്മനി റഷ്യയുടെ സഖ്യകക്ഷിയായപ്പം അവിടുത്തെ ശാസ്ത്രന്മാരെ എല്ലാം കൊണ്ടുപോയിട്ടാണ് ഈ മിസൈൽ സാങ്കേതിക വിദ്യയൊക്കെ അടിച്ചു മാറ്റുന്നത്. അതുപോലെ അമേരിക്കയും കുറേയെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒറിജിനൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇന്നും ചലിക്കുന്ന ഈ ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ്.